ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മലയാള കവിതാലോകത്ത് വസന്തം വിരിയിച്ചയാൾ ഉള്ളൂർ എസ് പരമേശ്വർ. പാണ്ഡിത്യം, സംസ്കൃത ബാഹുല്യം, ദാർശനികത എന്നിവ ഉള്ളൂർ കവിതകളുടെ സവിശേഷതകളാണ്. ഉള്ളൂർ എസ് പരമേശ്വരർക്ക് സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കൃതിയിലേക്ക്. കൃതിയിൽ ഇന്ന് അജിത ഗണപതിയുടെ ഒരു കവിതയാണ്. കൊല്ലം വടക്കേവിള അംബികാലയത്തിൽ ശ്രീ ഗണപതിയുടെയും ശ്രീമതി ഓമനക്കുട്ടിയമ്മയുടെയും മകളായി ജനനം. കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇഷ്ടമേഖലകൾ വായന, എഴുത്ത്, ചിത്രരചന, ടീച്ചിങ്. യൂണിയൻ ബാങ്ക് മാനേജറായ ശ്രീ രമേശ് വെങ്കിടാചലമാണ് ഭർത്താവ്. മക്കൾ മേഘ്ന വൈഷ്ണവി രമേശ്, മമത വൈദേഹി രമേശ്. അന്നത്തെ ആൽമരത്തിണ്ണയിൽ തന്നെ ഞാൻ നിന്നെയും കാത്തിരിക്കുന്നു സഖി. എൻ മുന്നിൽ നീ മിന്നി മാഞ്ഞൊരാ ദിനമെന്നും ഇന്നത്തെ പോലെ തന്നോർക്കുന്നു ഞാൻ. അന്നൊരാ സന്ധ്യയിൽ ആൽമരച്ചോട്ടിലായി ആലസ്യമാണ്ടങ്ങിരുന്നീടവേ ആവണിത്തന്നലിൽ താരക കുഞ്ഞുങ്ങൾ മൗനമായി നാമം ജപിച്ചു നിൽക്കേ. ആകാശമുറ്റത്തെ അമ്പിളി പെണ്ണങ്ങൊരാതിര താലമെടുത്തു നിൽക്കേ. അതിലോലമായൊരു നൂപുരധ്വനിയായി അടിവെച്ചടി വെച്ചു നീ വന്നതല്ലേ. ശ്രീകോവിൽ മുന്നിലെ നെയ്ത്തിരി വെട്ടത്തിൽ നീയൊരു സൂര്യനായി ഉജ്ജ്വലിക്കേ. മുഖപടം കാറ്റിൽ പറത്തിയൻ മാനസം കേവല വെണ്ണയായുരുകി പോയി. അണിവിരൽ തുമ്പിനാൽ അർച്ചിത ചന്ദനം ആ കുളിർനെറ്റിയിൽ നീ ചാർത്തവേ. ഒരു മാത്രം നിൻ കോമള നയനങ്ങൾ ഒരു മിന്നലായി എന്നിലേക്കെത്തിയില്ലേ. അത്രമേൽ മോഹിതമായൊരാ സുസ്മിതം അന്നെൻ്റെ പ്രാണനായി മാറിയില്ലേ. അന്നു മുതൽ നിൻമുഖമല്ലാതെ മറ്റൊരു പെൺമുഖം വരയാനൻ തൂലിക മടിച്ചതെന്തേ. നിൻമുഗ്ധഭാവം ചാലിച്ചെഴുതുവാൻ ചായങ്ങൾ തികയാതെ വന്നതെന്തേ. മറ്റേതൊരു പൂവിനും മുന്നിലായൻ ഹൃദയ വാതിൽ താനേ അടഞ്ഞതെന്തേ. അറിയില്ല പെണ്ണേ നീ ആരാണെന്നറിയില്ല, നിൻ പേരുപോലും എനിക്കന്യമല്ലോ. വർഷങ്ങൾ മാഞ്ഞുപോയി ചക്രവാളത്തിലായി എത്രയോ മരിവിൽ വന്നുപോയി. കണ്ണൊന്നടച്ചാലോ ഇന്നുമെൻ കാതില വെള്ളിക്കൊലുസിൻ മണികിലുക്കം. എന്നന്തരാത്മാവിൻ ആഴങ്ങളിൽ ആവാരം പൂവായി പൂത്തവളേ. എന്നുടെ സ്വപ്നത്തിൽ കാതരമായൊരു കൗതുകമായി നിറഞ്ഞവളേ. അന്നത്തെ ആൽമര തിണ്ണയിൽ തന്നെ ഞാൻ നിന്നെയും കാത്തിരിക്കുന്നു സഖീ. കാലങ്ങൾ പോയിട്ടും ഞാനെന്നു മേഘനായി, കാലങ്ങൾ പോയിട്ടും ഞാനിന്നു മേഘനായി നിന്നെയും
കാത്തിരിക്കുന്നു സഖി. നന്ദി.